ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, നല്ലവരായ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, 2025 സാഹിത്യോത്സവത്തിൻ്റെ ഈ സുന്ദരമായ വേദിയിൽ എന്നെ ഒരുമിക്കാൻ തൗഫീക്ക് നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മനുഷ്യാവകാശം എന്ന വിഷയത്തെക്കുറിച്ച് ഈ വേദി ചർച്ച ചെയ്യപ്പെടുമ്പോൾ രണ്ടു വാക്ക് ഞാനും നിങ്ങളോട് സംസാരിക്കാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബഹുമാനികളെ, മനുഷ്യാവകാശം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ബഹുമാനികളെ, ഡിസംബർ 10 പണ്ഡിതൻ നടത്തുന്നുണ്ട്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ ഈ ദിനം അംഗീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വതന്ത്രമായി സംസാരിക്കാനും അവകാശങ്ങൾ പ്രകടിപ്പിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ഒരു വ്യക്തിയുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. പരിശുദ്ധ ഖുർആനിൽ തന്നെ മനുഷ്യരുടെ ബഹുമാനത്തെക്കുറിച്ചും മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മോട് വിളിച്ചു പറയുന്നു, വലഖദ് കറംനാ ബനീ ആദം. ആദം സന്തതികളെ നിശ്ചയമായും നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല വഹലകൽ ലകും മാ ഫിൽ അർളി ജമീഅ. ഈ ഭൂമിയിലുള്ള സർവ്വതിനെയും, എല്ലാ വസ്തുക്കളെയും, എല്ലാ ജീവജാലകങ്ങളെയും, എല്ലാ സൗകര്യങ്ങളെയും ഈ ലോകം മൊത്തവും അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു വെച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് അവകാശപ്പെട്ടതാണ്. അതെല്ലാം നീതിപൂർണമായ രീതിയിൽ മനുഷ്യർക്ക് ലഭിക്കേണ്ടതാണ്. അതിനുവേണ്ടി നാം പോരാടണം. അല്ലാഹു സുബ്ഹാനഹു തആല നീതിപൂർണമായ ഭരണം നൽകുമാറാവട്ടെ. ഇരുലോകത്തും വിജയിച്ചവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.